നമസ്കാരം. തൃണമൂൽ കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമാണ്. ലോക്സഭയിലും എംപിമാർ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. ബി.ജെ.പി. പാളയത്തിലേക്ക് നീങ്ങാനും സഭയിൽ പ്രത്യേക ബ്ലോക്ക് ആകാനും തയ്യാറെടുത്ത് 22 എംപിമാരാണ് രംഗത്തുള്ളത്. ടി.എം.സിക്ക് നിലവിൽ 28 ലോക്സഭാ എംപിമാരുണ്ട്. അവരുടെ ഒരു സിറ്റിംഗ് എംപി മരിച്ചതിനെ തുടർന്ന് ഒരു സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. കൂറുമാറ്റ നിരോധന നിയമം മറികടക്കാനുള്ള അംഗസംഖ്യ ഉണ്ടെങ്കിലും പിന്തുണ ഉറപ്പിച്ച ശേഷമായിരിക്കും വിമതർ ബി.ജെ.പിയിലേക്ക് ചേക്കേറുകയെന്നാണ് വിവരം. അതിനിടെ എൻ.ഡി.എക്ക് പിന്തുണ പ്രഖ്യാപിച്ച തൃണമൂലിന്റെ വിമത എം.പി യൂസഫ് പഠാനെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുൻ എം.പിയും തൃണമൂൽ നേതാവുമായ മഹുവ മൊയ്ത്ര രംഗത്ത് വന്നു. ലോക്സഭയിലെ 28 ടി.എം.സി എംപിമാരിൽ 20 പേർ പാർട്ടി നേതൃത്വവുമായി തെറ്റിപ്പിരിഞ്ഞ് ബി.ജെ.പി. നേതൃത്വം നൽകുന്ന എൻ.ഡി.എ സഖ്യത്തെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരുന്നു. ലോക്സഭയിൽ പ്രത്യേക ബ്ലോക്കായി തങ്ങളെ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്തും നൽകിയിട്ടുണ്ട്. മുൻ ഇന്ത്യൻ ക്രിക്കറ്ററും ബഹ്റംപൂർ എം.പിയുമായ യൂസഫ് പഠാനും എന്തായാലും വിമത എംപിമാർക്കൊപ്പമാണ്. അമിത്ഷാ വിളിച്ചതുകൊണ്ട് നിങ്ങൾ ദില്ലിയിലേക്ക് ഓടുകയാണോ യൂസുഫ് പഠാൻ? അല്പം ധൈര്യം കാണിക്കൂ. നിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി കളിച്ച ആളാണ്. നമ്മളുടെ ജില്ലയിലെ ജനങ്ങളെ വലിയ ഭൂരിപക്ഷത്തിനാണ് നിങ്ങളെ വിജയിപ്പിച്ചത്. അല്പം നാണവും നട്ടലും കാണിക്കൂ എന്നാണ് മഹുവ മൊയ്ത്ര എക്സിൽ കുറിച്ചത്. 2024 പൊതുതെരഞ്ഞെടുപ്പിൽ ഈ എംപിമാരെല്ലാം ജയിച്ചത് തൃണമൂൽ കോൺഗ്രസിന്റെ ടിക്കറ്റിലാണ്. ആ ജനവിധി എൻ.ഡി.എക്ക് വേണ്ടിയുള്ളതായിരുന്നില്ലെന്ന് മഹുവ ഓർമ്മിപ്പിച്ചു. എല്ലാ സ്വാർത്ഥരും അത്യാഗ്രഹികളുമായ വഞ്ചകരും ഇപ്പോൾ ബി.ജെ.പിയിൽ ചേർന്നോളൂ. പക്ഷേ നിങ്ങളുടെ എം.പി സ്ഥാനം രാജിവെച്ചിട്ട് ബി.ജെ.പി. ടിക്കറ്റിൽ വീണ്ടും മത്സരിക്കും. നിങ്ങൾ എത്ര വലിയ ഹീറോകളാണെന്ന് അപ്പോൾ കാണാമല്ലോ എന്നും മഹുവ വെല്ലുവിളിച്ചു. പാർട്ടി ചീഫ് വിപ്പായിരുന്ന കാക്കോലി ഘോഷ് ദസ്തിദാറിന്റെ നേതൃത്വത്തിലാണ് 20 എംപിമാർ മമതാ ബാനർജിക്കെതിരെ തിരിഞ്ഞത്. ജനവിധി മാനിച്ചാണ് തങ്ങൾ എൻ.ഡി.എ പിന്തുണയ്ക്കുന്നതെന്നും അവർ വ്യക്തമാക്കി. പശ്ചിമ ബംഗാളിൽ അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെ തുടർന്നാണ് ടി.എം.സിയിൽ ആഭ്യന്തര തർക്കങ്ങൾ രൂക്ഷമായത്. കഴിഞ്ഞ ദിവസം 60ഓളം ടി.എം.സി എം.എൽ.എമാരും പാർട്ടി നേതൃത്വത്തെ വിമർശിച്ച് പ്രതിപക്ഷത്ത് ഭിന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. കാക്കോലി ഘോഷ് ദസ്തിദാർ ലോക്സഭയിലെ തൃണമൂലിന്റെ ചീഫ് വിപ്പായിരുന്നു. എന്നാൽ മമതയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന തൃണമൂൽ യോഗം കാക്കോലി ഘോഷ് ദസ്തിദാർ സ്ഥാനത്തു നിന്നും നീക്കി കല്യാൺ ബാനർജിയെ ചീഫ് വിപ്പായി തെരഞ്ഞെടുത്തിരുന്നു. എന്നാൽ ഔദ്യോഗികമായി താൻ തന്നെയാണ് ഇപ്പോഴും ചീഫ് വിപ്പ് എന്നാണ് കാക്കോലി ഘോഷ് ദസ്തിദാറിന്റെ അവകാശവാദം. മമതയുടെ നേതൃത്വത്തിൽ ചേർന്ന പുതിയ യോഗം ആളെ തെരഞ്ഞെടുത്തില്ലെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ലെന്നാണ് വിമതർ പറയുന്നത്. ജനങ്ങളുടെ വിധി ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഭാവി രാഷ്ട്രീയഗതി എൻ.ഡി.എയോട് യോജിച്ചതായിരിക്കണമെന്നാണ് ഞങ്ങൾ കരുതുന്നതെന്നും വിമതർ പറഞ്ഞു. മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടെ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ വസതിയിലെത്തി ഒരു വിഭാഗം തൃണമൂൽ എംപിമാരോട് ചർച്ച നടത്തിയിരുന്നു. ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അടക്കം ഇവിടെ എത്തിയിരുന്നു. തൃണമൂലിൽ നിന്നും വിമതർ രാജിവെക്കുകയോ ബി.ജെ.പിയിൽ ചേരുകയില്ല. പകരം അവർ എൻ.ഡി.എ പിന്തുണച്ചൊരു പ്രത്യേക പാർലമെന്ററി ബ്ലോക്കായി പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൂറുമാറ്റ വിരുദ്ധ നിയമപ്രകാരമുള്ള നടപടികൾ ഒഴിവാക്കാനാണ് തന്ത്രം. കൂറുമാറ്റ നിരോധന നിയമം മറികടക്കാനുള്ള അംഗസംഖ്യ ഉറപ്പിച്ച ശേഷമായിരിക്കും വിമതർ ബി.ജെ.പിയിലേക്ക് ചേക്കേറുകയെന്നാണ് വിവരം. ഇതിന്റെ തുടർച്ചയായി രാജ്യസഭയിലും പിളർപ്പുണ്ടായേക്കും. രാജ്യസഭാ എം.പി സുകേന്ദു ശേഖർ റോയ് തിങ്കളാഴ്ച രാജിവെച്ചിരുന്നു. വിമതരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ നിയമസഭയിലെ തൃണമൂലിന്റെ ബഹുഭൂരിപക്ഷ എം.എൽ.എമാരും പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട എം.എൽ.എ ഋതുപ്രത ബാനർജിക്ക് പിന്തുണ നൽകുകയും സ്പീക്കർ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു.